ജയരാജൻ അശ്ലീല വീഡിയോ ഇറക്കുന്നതിന് പ്രശസ്തനാണ് വി.ഡി. സതീശൻ. ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി രാഷ്ട്രീയ നേതാക്കൾക്കും മുഖ്യമന്ത്രിക്കുമെതിരെ പ്രചാരണം നടത്തുന്നു. രാജീവ് ചന്ദ്രശേഖരനൊപ്പം തന്റെ ഭാര്യ ഇരിക്കുന്നതായി ചിത്രമുണ്ടാക്കി. നേരത്തെ തന്റെ ഭാര്യയുടെ സ്ഥാനത്ത് സ്വപ്നയുടെ തല വെട്ടിയൊട്ടിച്ച് പ്രചരിപ്പിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് മത്സ്യവണ്ടിയിൽ 150 കോടി രൂപ സതീശന് ലഭിച്ചു. ഡൽഹിയിലെത്തി RSS നേതാക്കളുമായി ചർച്ച നടത്തിയാണ് ഇതിൽ ED അന്വേഷണം സതീശൻ ഒഴിവാക്കിയതെന്നും ജയരാജൻ ആരോപിച്ചു. കമലേഷ് തെക്കേക്കാട് വിവരങ്ങളുമായി ചേരുന്നു. കമലേഷ്, വളരെ അതീവ ഗുരുതര ആരോപണങ്ങളാണ് EP ജയരാജൻ വി.ഡി. സതീശനെതിരെ ഉന്നയിക്കുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആരോപണങ്ങളിൽ? സതീശനെ എങ്ങനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു? ഫിജി, വളരെ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ LDF കൺവീനർ EP ജയരാജൻ ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. വളരെ ഗുരുതരമായ ആരോപണങ്ങൾ എന്നതിനൊപ്പം തന്നെ അതിനിശ്ചിതമായി അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു വൃത്തികെട്ട രാഷ്ട്രീയത്തിന്റെ വക്താവാണ് വി.ഡി. സതീശൻ എന്നാണ് പറയുന്നത്. പല ഘട്ടങ്ങളിലായി അശ്ലീല വീഡിയോ ഉണ്ടാക്കി നേതാക്കൾക്കെതിരെ ആക്രമണം നടത്തുക എന്നുള്ളതാണ് വി.ഡി. സതീശന്റെ ശൈലി. കോൺഗ്രസിന് തന്നെ ഒരു ബാധ്യതയായി വി.ഡി. സതീശൻ മാറി എന്നുള്ളതാണ്. പക്ഷേ ആർക്കും അതിനെ തള്ളിപ്പറയാൻ അല്ലെങ്കിൽ വി.ഡി. സതീശനെതിരെ പറയാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഈ രീതിയെ കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് EP ജയരാജൻ പ്രധാനമായും ഉന്നയിച്ചത്. AICC അടക്കം ഇതിൽ മറുപടി പറയണം എന്നും പറയുന്നു. അതോടൊപ്പം ഈ മുൻ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾക്ക് വളരെ കൃത്യമായി വി.ഡി. സതീശന്റെ ഈ സ്വഭാവത്തെക്കുറിച്ച് അറിയാവുന്നതാണ്. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ വി.ഡി. സതീശനെതിരെ ഇത്തരത്തിൽ പ്രതികരിക്കാത്തത് അവരുടെ ഭാര്യമാർക്കെതിരെയും ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുമോ എന്ന് പേടിച്ചിട്ടായിരിക്കാം എന്നുകൂടി അദ്ദേഹം പറയുന്നു. അവരുടെ ഭാര്യമാരുടെ തലയടക്കം വെട്ടിയൊട്ടിച്ചുകൊണ്ട് ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്ന നില ഉണ്ടായേക്കുമോ എന്ന ഭയം കാരണമായിരിക്കാം മറ്റ് കോൺഗ്രസ് നേതാക്കളും വി.ഡി. സതീശനെതിരെ ഒരു വിമർശനം ഉന്നയിക്കാൻ അല്ലെങ്കിൽ തിരുത്താൻ തയ്യാറാകാത്തത് എന്നുകൂടി അദ്ദേഹം പറയുന്നു. ഏറ്റവും ഗുരുതരമായ ഒരു ആരോപണം EP ഉന്നയിച്ചിട്ടുള്ളത് അതിൽ ഈ EP-യുടെ ഭാര്യയുടെ തല വെട്ടിയൊട്ടിച്ച് രാജീവ് ചന്ദ്രശേഖറുമായി ഒപ്പം ഇരിക്കുന്ന ഒരു ചിത്രമാണ് ഉണ്ടാക്കി നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത്. അതിൽ DCC അംഗത്തിനെതിരെ, തിരുവനന്തപുരം DCC അംഗത്തിനെതിരെ EP ജയരാജന്റെ ഭാര്യ കണ്ണൂർ SP-ക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിലാണ് വി.ഡി. സതീശനെതിരെ EP ജയരാജനും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. VD-യുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള ഈ വീഡിയോയും ഫോട്ടോയും അടക്കം കൃത്രിമമായി ഉണ്ടാക്കുന്ന, വ്യാജമായി നിർമ്മിക്കുന്ന പ്രവർത്തനം നടക്കുന്നത്. അതിന്റെ സൂത്രധാരൻ വി.ഡി. സതീശനാണ് എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. VD-ക്കെതിരെ തെളിവുകൾ തന്റെ കയ്യിലുണ്ട്, അത് പിന്നീട് നൽകും. നേരത്തെ ഒരു വിഷയത്തിൽ DGP-ക്ക് EP ജയരാജൻ പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഭാര്യ കണ്ണൂരിലായതുകൊണ്ട് തന്നെ കണ്ണൂർ SP-ക്കാണ് ഇത് സംബന്ധിച്ച് DCC അംഗത്തിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഒരു പരാതി നൽകിയിട്ടുള്ളത്. DCC അംഗമാണ് ഈ വ്യാജ ഫോട്ടോ, അതായത് ഈ രാജീവ് ചന്ദ്രശേഖർ BJP-യുടെ ഒരു MP-യോടൊപ്പം ഇരിക്കുന്നതിന്റെ ചിത്രം മാറ്റി ആ സ്ത്രീയുടെ തല വെട്ടിമാറ്റിക്കൊണ്ട് അവിടെ EP ജയരാജന്റെ ഭാര്യയുടെ തല വെച്ചുകൊണ്ടാണ് ഈ ചിത്രമുള്ളത്. ഈ ചിത്രം പ്രചരിപ്പിച്ചത് തിരുവനന്തപുരം DCC അംഗമായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവാണ്. അയാളുടെ പേരടക്കം വെച്ചുകൊണ്ടാണ് EP-യുടെ ഭാര്യ പരാതി നൽകിയിട്ടുള്ളത്. ഇതിൽ തുടർ നടപടി ഉണ്ടാവും. കൂടുതൽ കാര്യങ്ങളിലേക്ക് വി.ഡി. സതീശന്റെ പേരടക്കം പറയുന്ന നിലയിലേക്ക് നാളെ ഞാൻ തെളിവുകൾ നൽകും, അല്ലെങ്കിൽ പിന്നീടുള്ള ദിവസങ്ങൾ തെളിവുകൾ നൽകും എന്നതടക്കമാണ് EP ജയരാജൻ പറഞ്ഞിട്ടുള്ളത്. ഈ ചിത്രങ്ങൾ തന്റെ പക്കലുണ്ട്, അതായത് ഇതിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ട് എന്ന് വി.ഡി. സതീശൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇത്തരം ചിത്രങ്ങൾ EP ജയരാജന്റെ ഭാര്യയും രാജീവ് ചന്ദ്രശേഖറും അടക്കം ഇത്തരം ഇവരുടെ ഈ വാണിജ്യ ബന്ധങ്ങളെല്ലാം തെളിയിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ തന്റെ പക്കലുണ്ട് എന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് കോൺഗ്രസ് നേതാക്കൾ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ, വ്യാജ ചിത്രങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങിയത് എന്നാണ് EP പറഞ്ഞത്. സ്വാഭാവികമായും ഇതിന് പിറകിൽ വി.ഡി. സതീശൻ തന്നെയാണ് എന്ന ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നു. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം വി.ഡിക്കെതിരെ ഉന്നയിച്ചത്, നേരത്തെ ഈ മത്സ്യവാഹനത്തിൽ 150 കോടി രൂപ വി.ഡി. സതീശന് വേണ്ടി എത്തി എന്നുള്ളതാണ്. ഇതിൽ കുറച്ച് പാർട്ടിക്ക് വേണ്ടി ചെലവാക്കിയെങ്കിലും ബാക്കി പൈസയൊക്കെ വി.ഡി. സതീശൻ കൊണ്ടുപോയെന്ന ആക്ഷേപം കൂടി ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ED അടക്കം ഈ കാര്യത്തിൽ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഇതിന് പിന്നാലെ വി.ഡി. സതീശൻ ഡൽഹിയിലേക്ക് പോയിരുന്നു. അവിടെ RSS BJP നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ച വി.ഡി. സതീശൻ നടത്തി. ഇതിൽ നിന്നാണ് കേരളത്തിൽ CPM-നെതിരെ വലിയ ആക്രമണം നടത്താം എന്ന ഒരു തീരുമാനത്തിലേക്ക്, ഒരു സമവായത്തിലേക്ക് എത്തിയത്. അതോടൊപ്പം തന്നെ BJP-യോട് മൃദു സമീപനം സ്വീകരിക്കുന്നു എന്ന നിലയിലുള്ള ഒരു അനുനയത്തിലേക്ക് ഈ വിഷയങ്ങൾ എത്തിയതിന്റെ ഭാഗമായാണ് ഈ വി.ഡി. സതീശനെതിരെ ED അന്വേഷണം അടക്കം നടക്കാത്തത് എന്ന ആക്ഷേപം കൂടി, അല്ലെങ്കിൽ അത്തരമൊരു ആരോപണം കൂടി
ഇ.പി. ജയരാജൻ മുന്നോട്ട് വെക്കുന്നു. ആ നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ബി.ജെ.പിക്കെതിരെ ഒരു അക്ഷരം മിണ്ടാൻ വി.ഡി. സതീശൻ തയ്യാറാകുന്നില്ല. ബി.ജെ.പിയുടെ നയങ്ങൾ അതുപോലെ പറയുന്ന ഒരു നിലയാണ് ഇപ്പോഴുള്ളത്. CPM ആണ് അവരുടെ പ്രധാനപ്പെട്ട ശത്രു. ആ നിലയിലാണ് തെരഞ്ഞെടുപ്പിലടക്കം CPM-നെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലാണ് നടക്കുന്നത്. അതേസമയം ബി.ജെ.പിയോട് RSS-നോട് മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നതാണ് വി.ഡി. സതീശന്റെ നിലപാട്. ആ നിലയിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് വി.ഡി. സതീശനെതിരെ ഈ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. കമലേഷ്, ഇ.പിയുടെ ഭാര്യ പരാതി നൽകിയിട്ടുണ്ട്, പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ തെളിവുകൾ പുറത്തുവിടും എന്നല്ലാതെ എന്തെങ്കിലും കാര്യമായ നിയമ നടപടിക്ക് ഒരുങ്ങുന്നു ഇക്കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഈ അശ്ലീല വീഡിയോ നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിയമ നടപടിക്ക് ഒരുങ്ങുന്നു എന്ന് ജയരാജൻ പറയുന്നുണ്ടോ? ഫിജി തീർച്ചയായും ഈ വിഷയത്തിൽ നിയമപരമായി നീങ്ങുമെന്ന് തന്നെയാണ് ജയരാജൻ പറഞ്ഞിട്ടുള്ളത്. നാളെ ഈ ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ ഈ തെളിവുകളെല്ലാം താൻ ഹാജരാക്കും എന്നുകൂടിയാണ് പറയുന്നത്. തെളിവുകളിൽ ചിലത് തന്റെ പക്കലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ DCC അംഗം, അതായത് ഭാര്യയ്ക്കെതിരെയുള്ള ഈ ആക്രമണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറയുന്നത് DCC അംഗം സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഷെയർ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് അടക്കം എടുത്തു വെച്ചുകൊണ്ടുള്ള ഒരു തെളിവാണ്. അത് കൈമാറും പോലീസിന് എന്ന് പറയുന്നു. അതോടൊപ്പം വി.ഡി. സതീശനെതിരായ തെളിവുകൾ തന്റെ പക്കലുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് പിന്നീട് ഒരു ഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന് കൈമാറും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം ഈ വാർത്താ സമ്മേളനത്തിൽ ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇ.പിയുടെ ഭാര്യയ്ക്ക് ഓഹരിയുള്ള വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട വൈദേകവും നിരാമയ്യ റിസോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. അതിൽ ഇ.പി സമ്മതിക്കുന്നത് 2014 ഈ വൈദേകം റിസോർട്ട് വരുന്നത്. തന്റെ ഭാര്യ പിന്നീട് 2022 ഇതിന്റെ ഓഹരി ഒരു ഷെയർ വാങ്ങുന്നത് 2022 ഇവർ ജോലിയിൽ നിന്നൊക്കെ വിരമിക്കുന്ന ഒരു സമയത്താണ് ഈ ഓഹരി വാങ്ങുന്നത്. ആ ഒരു തെറ്റ് മാത്രമാണ് തന്റെ ഭാര്യ ചെയ്തിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു തെറ്റ് തന്റെ ഭാര്യ ചെയ്തതായി മാധ്യമപ്രവർത്തകർക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ചൂണ്ടിക്കാട്ടാൻ കഴിയും. ആ ഓഹരി വാങ്ങുന്നത്, ഒരാൾക്ക് ഒരു ഓഹരി വാങ്ങുന്നത് ഇത്ര വലിയ തെറ്റാണോ എന്നാണ് ഇ.പി ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു കാര്യം വെച്ചുകൊണ്ടാണ് തനിക്കെതിരെ അടക്കം, അതായത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇക്കാലം അത്രയും ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ തനിക്കെതിരെ അടക്കം ഈ ഒരൊറ്റ ഭാര്യയുടെ ഈ ഓഹരി അടക്കം ചൂണ്ടിക്കാട്ടിയാണ് തനിക്കെതിരെ ആക്രമണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ഭാര്യയുടെ ഓഹരി വിറ്റ് കളയാം എന്നുള്ളതാണ്, മറ്റാർക്കെങ്കിലും കൊടുക്കാം എന്നുള്ളതാണ്. ഈ ഓഹരി ഭാര്യയുടെ പേരിൽ ഉള്ളത് കൊണ്ടാണ് ഭാര്യക്കെതിരെ അടക്കം ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങളും എല്ലാം വലിയ കാര്യമായി തന്നെ രാഷ്ട്രീയ ആക്രമണങ്ങളെല്ലാം തനിക്ക് നേരിടേണ്ടി വരുന്നത്. അതുകൊണ്ട് ആ വാങ്ങിയ പൈസയ്ക്ക് ആ ഓഹരി വിൽക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതായും ഇ.പി. ജയരാജൻ വ്യക്തമാക്കുകയാണ്. ശരി, കമലേഷ് തെക്കേക്കാട് റിപ്പോർട്ട് ചെയ്യുന്നു. തിരുവനന്തപുരത്തു നിന്നും വി.ഡി. സതീശൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ ഇ.പി. ജയരാജൻ ഉന്നയിക്കുന്നത്. അദ്ദേഹം നിയമവഴി തേടും, തെളിവുകൾ പുറത്തുവിടും, കൂടുതൽ തെളിവുകൾ പുറത്തുവിടും എന്ന് വ്യക്തമാക്കാൻ ശ്രമിക്കുന്നു.